മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഹരിപ്രിയ നമ്പൂതിരി, കഥകളി കലാകാരിയാണ്. കഥകളിയിലെ സ്ത്രീവേഷങ്ങളാണ് അധികവും ചെയ്യുന്നത്. സാധാരണ ഒരാൾ കഥകളിയിലേക്ക് വരുന്നൊരു പ്രായത്തിലല്ല ഞാൻ കഥകളി കലാകാരിയായി മാറിയത്. കഥകളി പഠിക്കാൻ കുറച്ച് വൈകിയാണ് ഞാൻ കഥകളിയിലേക്ക് വന്നത്. കുട്ടിക്കാലം മുതൽ തന്നെ കഥകളി കണ്ട് ശീലമുണ്ട്, ആസ്വദിക്കുന്ന പതിവുണ്ട്. എങ്കിലും ഒരു പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ചു തുടങ്ങിയത് കുറച്ച് വൈകിട്ടാണ്. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാവരും തന്നെ കഥകളി, മിക്കവാറും എല്ലാവരും തന്നെ കഥകളി അഭ്യസിച്ചവരാണ്. അതിൽ പല മേഖലകൾ, ഒന്നുമില്ലെങ്കിൽ പാട്ട്, അല്ലെങ്കിൽ കൊട്ട്, അല്ലെങ്കിൽ വേഷം. അതുകൊണ്ട് തന്നെ എല്ലാവരും പലപ്പോഴും ഒരു ചർച്ചകളുമൊക്കെ കഥകളിയെക്കുറിച്ചായിരിക്കും, അതിൻ്റെ സാഹിത്യത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള തമാശകളായിരിക്കും. ഇങ്ങനെ കഥകളി ലോകവുമായിട്ട് എപ്പോഴും ഒരു അഭേദ്യ ബന്ധം ഉണ്ടായിരുന്നു. അത് എന്താ പറയണ്ടേ, എന്നിലേക്ക് അതൊരു കലയായി വന്നു ചേർന്നത് കുറച്ച് വൈകിയാണെന്ന് മാത്രം. ഞാൻ കഥകളി പഠിച്ചത് തുടങ്ങി വെച്ചത് തൃപ്പൂണിത്തുറ RV ദാമോദര പിഷാരടിയുടെ കീഴിലാണ്. കഥകളിയിലെ ബാലപാഠങ്ങൾ പഠിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ്. ചെറിയ കുട്ടിത്തരം വേഷങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിച്ചു. ദക്ഷയാഗത്തിൽ സതിയായിട്ട് അരങ്ങേറി. തുടർന്ന് സ്ത്രീവേഷങ്ങൾ കൂടുതൽ പഠിക്കണം, എനിക്കതാണ് കൂടുതൽ യോജിക്കുക എന്നൊരു തോന്നലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫാക്ട് പത്മനാഭൻ, അദ്ദേഹം അറിയപ്പെടുന്ന സ്ത്രീവേഷ കലാകാരനാണ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ കൂടുതൽ ഗഹനമായൊരു പഠിത്തം, സ്ത്രീവേഷങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പഠനം അദ്ദേഹത്തിൻ്റെ കീഴിൽ ചെയ്തു. തുടർന്ന് കലാമണ്ഡലം വൈസ് പ്രിൻസിപ്പളായി വിരമിച്ച ശ്രീ കലാമണ്ഡലം വാസു പിഷാരടിയുടെ കീഴിൽ ഒരു ഹയർ സ്റ്റഡീസ് പോലെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിക്കുകയാണ് ചെയ്തത്. അതിൽ ആദ്യവസാന സ്ത്രീവേഷങ്ങളായിട്ടുള്ള ഉർവശി പോലെയുള്ള ലളിതന്മാർ, അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ചൊല്ലിയാട്ടമായിട്ട് പഠിച്ചതും. കൂടുതൽ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള കഥകളിയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനും ആ രീതിയിലുള്ളൊരു ഗൗരവമായൊരു കാഴ്ചപ്പാട് ഉണ്ടാവാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അഭ്യാസം എന്നെ സഹായിച്ചു. കഥകളിയിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങൾ, ആദ്യവസാന സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുവിധമെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതായത് ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കാലകേയവധം ഉർവശി, ഭഗവധം ലളിത, കൃമീരവധം ലളിത, നരകാസുരവധം ലളിത, അങ്ങനെയുള്ള ചിട്ടപ്രധാനമായിട്ടുള്ള വേഷങ്ങളൊക്കെ പഠിച്ചു, ചെയ്തു. ഭംഗിയായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇങ്ങനത്തെ കഥകൾക്കൊന്നും എത്രയായാലും ചിട്ടയോടൊപ്പം തന്നെ അതിൻ്റെ കഥാപാത്രത്തെയും പ്രതിഫലിപ്പിക്കുക, അഭിനയം പ്രതിഫലിപ്പിക്കുക, അത് ഉൾക്കൊണ്ട് ചെയ്യാറാവുക, ചിട്ടയിൽ നിന്നുകൊണ്ട് ചിട്ടയെ മറന്ന് ചെയ്യാറാവുക, ഇതൊക്കെയാണ് അതിൻ്റെ
ചാലഞ്ചസ് അല്ലെങ്കിൽ ഒരു കലാകാരൻ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് ചെയ്യുന്തോറുമാണ് നമുക്ക് കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുക. അപ്പോൾ 1-2 തവണ ഒരു വേഷം ചെയ്തുകൊണ്ട് അതിൽ നമുക്കൊരു അതിലെന്തെങ്കിലും ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതേ വേഷങ്ങൾ തന്നെ ചെയ്ത് നമ്മളത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ആ ചിട്ടകൾ മാറുകയും മനസ്സുകൊണ്ട് കൂടുതൽ കഥാപാത്രത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുക, കൂടുതൽ അഭിനയത്തിന് പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെയാണ് ഒരു കഥകളി കലാകാരൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്യുന്തോറുമാണ് തെളിഞ്ഞ് വരിക. ഒരു കലാകാരനെ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ട കാര്യം. എനിക്ക് തോന്നുന്നു കഥകളി ചെയ്യുന്നൊരു കലാകാരൻ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ ആരോഗ്യം തന്നെയാണ്. ശരീരം ആണ് നമ്മുടെ ശരീരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിത്രം എഴുതുന്നത്. അപ്പോൾ ഒരു ചിത്രകാരനെ ക്യാൻവാസ് പോലെ അല്ലെങ്കിൽ പെയിൻറ്റ് പോലെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലൂടെയാണ് നമ്മളിതൊക്കെ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരം നമ്മൾക്ക് സ്വാധീനമായിട്ടിരിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾക്ക് ശരീരം ഉപയോഗിക്കാറാവുക. അപ്പോൾ അതിന് വേണ്ട സാധാരണ കളരിയിൽ പഠിപ്പിക്കുന്നതും ചിട്ടയായിട്ടുള്ള അഭ്യാസത്തിൻ്റെ ഭാഗവും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പലരും ശരീരത്തിനെ ആ രീതിയിൽ നമ്മളുടെ ഇണക്കിയെടുക്കാനുള്ളൊരു ശ്രദ്ധ, അത് കലാകാരന്മാരുടെ ജീവിത പ്രാരാബ്ധങ്ങൾ കൊണ്ടായിരിക്കാം, എന്ത് കാരണങ്ങൾ കൊണ്ടായാലും ശരീരത്തിന് വേണ്ട രീതിയിലുള്ളൊരു ശ്രദ്ധ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കലാകാരന്മാർ വേണ്ട രീതിയിൽ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും സംശയം തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രാധാന്യം തോന്നിയിട്ടുള്ളൊരു കാര്യം ശരീരം ശ്രദ്ധിക്കുക. അതിപ്പോൾ ശരീരം അമിതമായിട്ട് വണ്ണം വയ്ക്കാതിരിക്കുക, ശരീരത്തിൻ്റെ അതുപോലെ നമ്മൾ എന്താ പറയണ്ടേ ഫ്ലെക്സിബിളായിട്ടിരിക്കുക, ആരോഗ്യപരമായി അതിനെ സംരക്ഷിക്കുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. തീർച്ചയായിട്ടും ഒരു 11 വയസ്സിലൊക്കെയാണ് സാധാരണ കുട്ടികൾ കഥകളി പഠിക്കാൻ തുടങ്ങുക. അപ്പം മുതൽക്ക് നമ്മുടെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും നമ്മളെ ഇച്ഛിക്കുന്ന രീതിയിലേക്ക് നമുക്ക് സ്വാധീനമായിട്ട് വരാൻ വേണ്ട പരിശ്രമങ്ങൾ, സാധകങ്ങൾ, കണ്ണ് സാധകം, മുഖസാധകം, ശരീരം സാധകം, മെയ് സാധകം, ഇതൊക്കെ ചെയ്താണ് കുട്ടികൾ പഠിച്ചു വരിക. ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു വരും. അവയൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് സംയോജിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്താ പറയണ്ടേ കഥകളിയുടെ പഠന രീതിയും കഥകളിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ പട്ടിക്കാൻതൊടി രാവണ്യമേനോനാശാൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ അതിൽ അദ്ദേഹം 60 വയസ്സിൽ പോലും എത്രയോ പ്രഗത്ഭനായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു, ആചാര്യനായിരുന്നു. അദ്ദേഹം 60 വയസ്സിൽ പോലും ദിവസവും രാവിലെ എണീറ്റ് കണ്ണിസാധകം ചെയ്തിരുന്നു എന്നാണ് വായിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതുപോലെ ചെയ്യേണ്ടതാണ്. അതിനോടുള്ളൊരു സമർപ്പണം എല്ലാ കലാകാരന്മാർക്കും അത്യാവശ്യം വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കഥകളി എന്നും കുട്ടിക്കാലം മുതലുള്ള കണ്ട് ശീലം ഉണ്ട്. എന്നും അതിനോടൊരു എന്താ പറയണ്ടേ അതിനോടൊരു വലിയ താല്പര്യം എന്നും തോന്നിയിട്ടുണ്ട്. പഠിക്കാൻ മോഹം ഉണ്ടായിരുന്നെങ്കിലും ചെറിയ കുട്ടിക്കാലത്ത് അങ്ങനെ അത് പഠിച്ചില്ല. പിന്നെ പ്രായമായതിനു ശേഷം എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ എല്ലാവരും
കലാകാരന്മാരാണ് ഓരോരോ മേഖലകളിൽ. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു കസിൻ ആട്ടക്കഥ എഴുതി, വേറൊരാൾ അതിൽ ചിട്ടപ്പെടുത്തി, വേറൊരാൾ പാട്ടുപാടി, എൻ്റെ അമ്മയുടെ അനിയത്തി മുതൽക്കുള്ള എല്ലാ കലാകാരികളും കലാകാരന്മാരും എല്ലാവരും ചേർന്ന് അത് അവതരിപ്പിച്ചു. അത് കണ്ടപ്പോൾ എനിക്കും ഇതിൻ്റെ ഒരു ഭാഗമാവണം, എനിക്കും പഠിക്കണം എന്നുള്ളൊരു അടക്കാനാവാത്ത ആഗ്രഹത്തിൻ്റെ മുകളിലാണ് ഞാനത് പഠിക്കാൻ തുടങ്ങിയത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾ എന്നും ഉണ്ടായിരുന്നു കഥകളിയിൽ. ആദ്യം മുതൽ തന്നെ സ്ത്രീകൾ കളിച്ചിരുന്നു. ഇപ്പോൾ ആദ്യം കൊട്ടാരക്കര തമ്പുരാൻ്റെ രാമനാട്ടമാണ് പിന്നെ കഥകളിയായി മാറിയത്. അപ്പോൾ രാമനാട്ടം ഉണ്ടായപ്പോൾ അത് അന്ന് കളിച്ചത് പടയാളികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ പടയാളികളായതുകൊണ്ട് അല്ലെങ്കിൽ കളരി അഭ്യാസമുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് അത് പുരുഷന്മാരാണ് അന്ന് കൈകാര്യം ചെയ്തത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ എന്താ പറയണ്ടേ, അതിൽ ഒരു ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഭാഗം ആയിരുന്നില്ല ഒരിക്കലും. ഓരോ സ്ത്രീകൾ അവരവരുടെ താല്പര്യം അനുസരിച്ച് പഠിച്ചു വന്നു. മിക്കവാറും ചില കഥകളി സംഗീതജ്ഞരുടെ മക്കൾ അല്ലെങ്കിൽ കഥകളി കലാകാരന്മാരുടെ കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ കഥകളി കണ്ടും കേട്ടും വളർന്ന അതിലെ ഭാഗമായി. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ വിവാഹപ്രായം എത്തുമ്പോൾ ഒക്കെ അതിൽ നിന്നും വിട്ടുപോകുന്ന ഒരു രീതിയിലാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഉടനീളം പഠിച്ചു തുടങ്ങി ജീവിതകാലം മുഴുവൻ കഥകളി കലാകാരിയായി തന്നെ ജീവിച്ച ഒരു കലാകാരി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചവറക്കാപ്പാർകുട്ടി മാത്രമായിരിക്കും. മോഹമായിട്ട് പഠിച്ച് 10-16 വയസ്സ് മുതൽക്ക് പഠിച്ച് ഇപ്പോഴും 70 വയസ്സായ അവർ ഇപ്പോഴും കഥകളി കലാകാരിയായിട്ട് തന്നെ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിക്കുന്നു. അവരുടെ ജീവിത വരുമാന മാർഗവും അതുതന്നെയാണ്. അങ്ങനെ ഒരു കരിയറായിട്ട് തന്നെ അതിനെ കണ്ട് എടുത്ത ഒരേ ഒരു സ്ത്രീ ഒരു പക്ഷേ ചവറപ്പാർകുട്ടിയായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ അതിന് മുമ്പുള്ളവരൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലും അതിൽ നിന്നും വിട്ടുപോയവരാണ്. കഥകളി ആസ്വാദനം പണ്ട് മുഴുരാത്രി കഥകളിയായിരുന്നു വെച്ചാൽ ചിലപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്കൊക്കെ കഥകളി തുടങ്ങിയാൽ രാവിലെ വരെ വെളിച്ചാവുന്നത് വരെ കഥകളി നടക്കുക. അമ്പലത്തിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്കൊക്കെ കഥകളി നടത്തുക, അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പതിവ്. അത് ഒരു അമ്പലത്തിൽ തന്നെ 5 ദിവസവും 3 ദിവസവും അങ്ങനെയൊക്കെ 7 ദിവസം ഒക്കെ ആയിട്ട് പതിവുണ്ട്. ഇപ്പോൾ ആ പതിവ് കുറേയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ കഥകളി ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും ഒരു മുഴുനീള കഥകളി എന്നുള്ളതൊക്കെ വളരെ ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമേ അങ്ങനെ നടക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെറിയ 2-3 മണിക്കൂർ സന്ധ്യകളികളായിട്ട് ചുരുങ്ങി. അതുപോലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതിൽ മാറി ക്ലബ്ബുകൾ, കേരളത്തിലുടനീളം ധാരാളം കഥകളി ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകൾ അത് ഏറ്റെടുത്ത് മാസം ഒരു പരിപാടിയെങ്കിലും നടത്തുക എന്നുള്ള രീതിയിൽ ഒരു സന്ധ്യകളികളായി മാറി. അതുമാത്രമല്ലാതെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ ചേർന്ന് ആസ്വാദന സദസ്സുകൾ, ആസ്വാദന ക്ലാസ്സുകൾ, ചെറിയ ചെറിയ കളികൾ അങ്ങനെ നടത്തുന്ന പതിവുകൾ ഇങ്ങനെയൊക്കെ ആയി ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ കലയായി അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന അല്ലെങ്കിൽ ജന്മി കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന കഥകളി അവിടെ നിന്ന് മാറി ഇപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ വരുന്നത് കൂടുതലും ക്ലബ്ബുകളും അല്ലാതെയുള്ള ആസ്വാദകരുമാണ്. ഒരു തരത്തിൽ ജനകീയമായി എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് മനസ്സിലാക്കാനും അറിയാനും താല്പര്യപ്പെട്ട് ധാരാളം ചെറുപ്പക്കാർ വരുന്നുണ്ട്. അവരതിനെ
ഗഹനമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സാഹിത്യാംശം മനസ്സിലാക്കാൻ, അതിൻ്റെ മറ്റ് ചിട്ടകൾ മനസ്സിലാക്കാൻ എല്ലാം ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കി അതിനെ അവരുടെ താല്പര്യപ്രകാരം ആസ്വാദന ക്ലാസ്സുകൾ നടത്തിയും സന്ധ്യക്കളികൾ നടത്തിയൊക്കെ ചുറ്റുമുള്ള ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടി ഇതിലേക്ക് ആസ്വാദകരാക്കണം, അവരെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി കളികൾ നടത്തുന്നൊരു സ്വഭാവം ഇപ്പോൾ കഥകളിയിൽ ധാരാളം കാണുന്നുണ്ട്. ജനകീയമാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കഥകളിയിലേക്ക് അങ്ങോട്ട്, അല്ലെങ്കിൽ കഥകളി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കഥകളി അവതരിപ്പിക്കുക എന്നുള്ളതല്ല. കഥകളി അവർക്കും കൂടിയും ആസ്വദിക്കാവുന്ന രീതിയിൽ അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ പറ്റുന്ന കഥകൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിച്ച് അവർക്ക് ഇതിലൊരു ആസ്വാദ്യത, ഇപ്പോൾ ഈ മുൻപ് പറഞ്ഞ പോലെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്ത് അതിനെ ഒരു ഡീമിസ്റ്റിഫൈ ചെയ്ത് കൊടുത്ത് അവരെയും കൂടി ഇതിലേക്ക് ആസ്വാദകരാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് കഥകളി പോലെയുള്ള, കാരണം ഇതിൽ പുരുഷ മേധാവിത്വം എന്ന് തന്നെ പറയാം. എല്ലാ മേഖലയും, ഇപ്പം കളരി ആയാലും അരങ്ങായാലും മണിയറയായാലും എല്ലാം പുരുഷന്മാർ നിറഞ്ഞ പുരുഷന്മാരുടെ മേഖലയാണ്. അപ്പോൾ അതിലൊരു സ്ത്രീ നിൽക്കുക എന്നുള്ളത് നമുക്ക് പലരുടെയും സഹായത്തോടും സപ്പോർട്ടോടും കൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ സഹായം ഒരിക്കലും ഒഴിവാക്കാൻ, അല്ലെങ്കിൽ സപ്പോർട്ട് ഒരിക്കലും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് ദേവദാസി നൃത്യമന്ദിറിൻ്റെ ദേവദാസി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ജൂനിയർ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത വെൺമണി കഥകളി പുരസ്കാരം ലഭിച്ചു. ബാംഗ്ലൂർ BCKയുടെ അവാർഡ് ലഭിച്ചു. ഇതെല്ലാം എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന പ്രവൃത്തി കൂടുതൽ ഗൗരവമായി കാണാനും അതിനോട് കൂടുതൽ, അല്ലെങ്കിൽ മറ്റ് ആസ്വാദകർ അല്ലെങ്കിൽ കഥകളി സംഘാടകർ എന്നെ ഗൗരവമായിട്ട് കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു ടോക്കണായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രവൃത്തി കൂടുതലും ഞാനതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കഥകളി ആയാലും ഏതൊരു കലയായാലും അതിനെ നമ്മളതിൽ നിന്ന് എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചല്ല, നമ്മളത് മനസ്സുകൊണ്ട് സന്തോഷമായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മളത് ചെയ്യണം. ആ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിൽ എന്തൊക്കെയോ നേടുന്നതും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്ന് വിചാരിച്ചില്ല, നമുക്ക് അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. അതിന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വരും. എന്നെ സംബന്ധിച്ച് കഥകളി ഞാൻ പഠിച്ചത് എനിക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. രംഗത്ത് അരങ്ങേറണം എന്ന് പോലും ചിന്തിച്ചുകൊണ്ടല്ല. അപ്പോൾ ആ ഒരു ആസ്വാദന മനസ്സാണ് എന്നെ കഥകളിയിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ആ പഠിക്കുന്നതിലും നമ്മൾ വേറൊന്നും നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്ന മേഖലകൾ, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ, ഒരു ടീം സ്പിരിറ്റ്, സ്പോർട്സ്മാൻഷിപ്പ്, ടൈം മാനേജ്മെൻറ്റ്, ഇങ്ങനെ ജീവിതത്തിൻ്റെ ആവശ്യം വേണ്ട പല നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പഠിച്ച് ജോലിയോ എന്ത് കാര്യങ്ങളായിട്ട് പോകുമ്പോഴും നമുക്ക് വേണ്ട ജീവിതത്തിൽ വേണ്ട ഡിസിപ്ലിൻ, ഇങ്ങനെ തുടങ്ങിയ വേറെ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം കലകൾ, പ്രത്യേകിച്ച് ക്ലാസിക് കലകൾ പഠിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ കഥകളി പോലെയുള്ളൊരു കലയൊക്കെ പഠിക്കുമ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് നാളെ ഇതിപ്പം നിങ്ങളൊരു കരിയറാക്കാൻ ഉദ്ദേശിച്ചായിരിക്കില്ല പഠിക്കുന്നത്. പക്ഷേ ആ പഠിക്കുന്നത് നിങ്ങളുടെ ഏത് മേഖലയിലായാലും നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.